ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. ഫസ്റ്റ് ഞാനൊരു ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് എടുക്കാൻ വന്നിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓളെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് പോകണം. ഈ രണ്ട് പരിപാടിയാണ് ഉള്ളത്. പിന്നെ ഈവനിങ് ഒരു ആനുവൽ ഡേയും കൂടിയുണ്ട്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, മുടി ഞാൻ മുറിച്ചു. എങ്ങനെയുണ്ട്? രസമുണ്ട്? കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇന്ന് DXTയിൽ വേറെ ക്ലാസ്സിലും ഉണ്ട്. നമ്മ പയ്യന്നൂരിലെ സിൽനേച്ചിനെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാം ആണ് ഡാൻസിനില്ലവർ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസാണ് പഠിപ്പിക്കുന്നത്. പിന്നെ പ്രോഗ്രാം വരുന്നത് ജനുവരി 2nd വീക്ക് ആ ഒരു ടൈമിനേ ഇല്ല. ഇതിലുള്ള ഐശ്വര്യ മാംഗ്ലൂർ പഠിക്കുന്നത്. അപ്പോൾ തിരിച്ചു പോകേണ്ടത് കൊണ്ട് വേഗം പഠിപ്പിച്ച് തീർക്കാന്നില്ലാണ് നേരത്തെ സ്റ്റാർട്ടാക്കിയത്. ഒരു ഉച്ചവരെ പ്രാക്ടീസ് കൊടുത്തു. പിന്നെ ഇവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് എനിക്ക് പിസ്സ എല്ലാം വാങ്ങിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു പിസ്സ പെട്ടെന്ന് ഓർഡർ ചെയ്ത് ചെറുതായി പാളിപ്പോയി. തിൻ പിസ്സയാണ് ഓർഡർ ആക്കിയത്. സാധനം കുറച്ച് ഉപ്പും കൂടിപ്പോയി. എന്നാലും എങ്ങനെയല്ലേ തിന്നു. പിന്നെ എനിക്ക് വേറെ പോകാനുണ്ടായിട്ട് ഞാൻ അവിടെ നിന്നാട് ഇറങ്ങി. ഇനി വ്ളോഗ് എടുക്കുന്നോണ്ടാന്ന് തോന്നുന്നു. എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. സ്നേഹിച്ച് കൊല്ലാത്ത ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കേക്ക് മേടിക്കാൻ പോയി അഞ്ജുവിന് വേണ്ടിയിട്ട്. അങ്ങനെ കേക്കും വാങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് സിജീനെ കൂട്ടണം. സിജി അവിടെ എടാട്ടും PS സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓളെയും കൂട്ടിയിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോവാൻ. രാവിലെ ഇറങ്ങിക്കൊണ്ട് വീട്ടിൽ പോയിട്ട് കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയത്. ഗൈസ്, നമ്മ അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പയ്യനമ്പലത്തെ കുപ്പായോ അല്ലേ? അടിപൊളി. ഇതെന്താ നീ മുഖത്തല്ലോ? അത് മാളൂരെടുക്കട്ടെ. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കുറച്ച് കഴിയുമ്പോൾ അഞ്ജുനമ്മ ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിനി. അതും കുടിച്ചു. പിന്നെ ഫുഡും കഴിച്ചു. എനിക്കും സിജിക്കും കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് വേഗം പോകേണ്ടി വന്നിനി. പിന്നെ എവിടെ പോയാലും ഫോട്ടോ എടുക്കൽ മെയിനായതുകൊണ്ട് അടുത്ത പരിപാടി അതാ ഉണ്ടായത്. സിജീനോളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ അൽഫോൺസ സ്കൂളിലേക്കാണ് പോയത്. ആടെ ഇന്ന് ആനുവൽ ഡേ ആണ്. നമ്മൾ DXT പിന്നെ മുത്തുമാഷി ചെറുത്തട്ടൻ വിവേക് ഇവരെല്ലാവരും കൂടിയിട്ടാണ് ആനുവൽ ഡേക്ക് അൽഫോൺസയിൽ പഠിപ്പിക്കുന്നത്. ഒരു 7 മണി ആ ഒരു ടൈം ആകുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ആവല്. ഈ വ്ളോഗെങ്കിലും മര്യാദയ്ക്ക് വോയിസ് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് വോയിസ് ഓവർ ഇടാണ്ട് തന്നെ. പക്ഷെ എന്തെല്ലോ തിരക്കായതുകൊണ്ട് ഒന്നും നടക്കാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ പിന്നെ ഒരാൾ പുതിയ സ്റ്റൈലെല്ലാം ആക്കിയിട്ട് വന്നിട്ടുണ്ട്, മുടിയെല്ലാം മുറിച്ചിട്ട്. പ്രോഗ്രാം പിന്നെ കറക്റ്റ് 7 മണിക്ക് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ടായിനി. 10 മണിയാകുമ്പം കഴിയുകയും ചെയ്തു. പിന്നെ എന്നത്തെയും പോലെ ഇന്നും വീഡിയോസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല, ചാർജ് കുറവായതുകൊണ്ട്. പിന്നെ പ്രോഗ്രാം ടൈം ആകുമ്പോൾ അഖിലേഷ് ചേട്ടനും ശ്രീകാന്തേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കൂടിയാണ് ഉണ്ടായത്. പരിപാടിയൊക്കെ ഗംഭീരമായി നടന്നു. ഇതിന് ശേഷം ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി ഗായ്സ്.